മലിനമല്ലാത്തവരാരോ അവരെന്റെ പ്രിയമുള്ളവരെ, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ മലക്കുകളുണ്ടല്ലോ ദുആ ചെയ്യുന്നവരാ. ഒരു മനോഹരമാകുന്ന ചരിത്രം എന്റെ പ്രിയമുള്ളവരെ പറയുകയാ. മഹാനാകുന്ന പ്രവാചകനാകുന്ന നബിതങ്ങള് മദീന പള്ളിന്റെ പ്രിയമുള്ളവരെ ഇരിക്കുകയാ. അലിയാർ തങ്ങൾ ഇരിക്കുന്നുണ്ട്, ഉമർ തങ്ങൾ ഇരിക്കുന്നുണ്ട്, അബൂബക്കർ തങ്ങൾ ഇരിക്കുന്നുണ്ട്, സൽമാൻ തങ്ങൾ ഇരിക്കുന്നുണ്ട്, ബിലാൽ തങ്ങൾ ഇരിക്കുന്നുണ്ട്. സർവ്വജമതാ നബിതങ്ങളുടെ മജ്ലിസിൽ എന്റെ പ്രിയമുള്ളവരെ കടന്നു വരികയാ. ആ സമയത്ത് പ്രവാചകനാകുന്ന നബിതങ്ങള് ചൂണ്ടുവിരലിന്റെ പ്രിയമുള്ളവരെ നീട്ടുകയാ. മദീന പള്ളിയുടെ വാതിലിലേക്കുണ്ടല്ലോ ചൂണ്ടുവിരലിന്റെ പ്രിയമുള്ളവരെ നീട്ടുകയാ. നബിതങ്ങൾ പറയുകയാ, അടുത്തതായി ഈ കാണുന്ന മദീന പള്ളിയുടെ വാതിലിലൂടെ കടന്നു വരുന്നത് ആരാ സഹാബ, ആരാ സഹാബ, അവർക്കതാ സ്വർഗമുണ്ട് സഹാബ. ഇന്നെന്റെ പ്രിയമുള്ളവരെ പ്രവാചകം പറയുമ്പോ എല്ലാവരും അതാ അത്ഭുതപ്പെടുകയാ. ആരാ കടന്നു വരുന്നത്? നിബിധങ്ങൾ പറഞ്ഞല്ലോ, അടുത്തതായി പള്ളിയിലേക്ക് കടന്നു വരുന്നവനുണ്ടല്ലോ സ്വർഗത്തിന്റെ അവകാശിയാ. എല്ലാവരും എന്റെ പ്രിയമുള്ളവരെ അത്ഭുതപ്പെടുകയാ. ആരാ വരുന്നത്? ആരാ വരുന്നത്? ഏതാളാ വരുന്നത്? എല്ലാവരും ആ മദീന പള്ളിയില് ഇരുന്നു കൊണ്ട് എന്റെ പ്രിയമുള്ളവരെ നോക്കുമ്പോ ആരാണ് കടന്നു വരുന്നതെന്നറിയോ? ഒരു പ്രായമുള്ള വാപ്പയാ, കയ്യിലൊരു വടിയുള്ള വാപ്പയാ, കാലിരുന്ന ചെരുപ്പ് പിടിച്ചവനെ കയ്യിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് അല്ലാഹുവേ, ഒരു പ്രായമുള്ള വാപ്പയുണ്ടല്ലോ, നരച്ച താടിയുള്ള വാപ്പയുണ്ടല്ലോ കടന്നു വരികയാ. എല്ലാവരും അതാ അത്ഭുതപ്പെടുകയാ. രണ്ടാമത്തെ ദിവസം എന്റെ പ്രിയമുള്ളവരെ പ്രവാചകനാകുന്ന നബിതങ്ങള് മദീന പള്ളിയില് പിടിച്ചവനെ സബക്ക് കഴിയുമ്പോ ചൂണ്ടുവിരൽ നീട്ടുകയാ. രണ്ടാമത്തെ ദിവസം അതാ മദീന പള്ളിയുടെ വാതിലിലേക്ക് കൈ നീട്ടുകയാ. എന്നിട്ടാ പ്രവാചകൻ പറയുകയാ, സഹാബാ, ഈ കാണുന്ന പള്ളിയുടെ വാതിലിലൂടെ ആരാ കടന്നു വരുന്നത്? സഹാബ, അവർക്കതാ സ്വർഗമുണ്ട് സഹാബ. സഹാബത്തിന്റെ പ്രിയമുള്ളവരെ അത്ഭുതപ്പെടുകയാ. ആരാ കടന്നു വരുന്നത്? ഏതാണാ കടന്നു വരുന്നത്? മണിക്കൂറുകൾ കഴിയുമ്പോ കടന്നു വരുന്നത് ആരെന്നറിയോ? ഇന്നലെ കടന്നു വന്ന പ്രായമുള്ള വാപ്പയാ, നരച്ച മുടിയുള്ള വാപ്പ, നരച്ച താടിയുള്ള വാപ്പ, ചുക്കിച്ചുളിഞ്ഞ ശരീരമുള്ള വാപ്പോ പടച്ചവനെ ചെരുപ്പിങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ട് മദീന പള്ളിയിലേക്ക് കടന്നു വരികയാ. സഹാബത്തതാ അത്ഭുതപ്പെടുകയാ. മൂന്നാമത്തെ ദിവസം എന്റെ പ്രിയമുള്ളവരെ കടന്നു വരികയാ. പ്രവാചകൻ ക്ലാസ് എടുക്കുകയാ, പ്രവാചകൻ സബക്കെടുക്കുകയാ, പ്രവാചകൻ ദർസെടുക്കുകയാ. പ്രവാചകൻ ക്ലാസ് പിടിയുമ്പോ ചൂണ്ടുവിരലിന്റെ പ്രിയമുള്ളവരെ പ്രവാചകനുണ്ടല്ലോ മദീന പള്ളിയുടെ വാതിലിലേക്ക് നീട്ടുകയാ. മഹാനാകുന്ന പ്രവാചകനുണ്ടല്ലോ സഹാബത്തിനോട് പറയുകയാ, ആരാ സഹാബ, ഈ കാണുന്ന മദീന പള്ളിയുടെ വാതിലിലൂടെ മൂന്നാമതായി കടന്നു വരുന്ന വിധത്തില് നിങ്ങൾ പ്രത്യേകമായിട്ട് ചെയ്യുന്ന അമലുകളുണ്ടല്ലോ, എന്തെങ്കിലും ഉണ്ടോ വാപ്പാ? എന്തെങ്കിലും അമലുകളുണ്ടോ? ആ പ്രായമുള്ള പിതാവ് പറയുകയാ, ഇല്ല 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 ഇല്ല. അവസാനം ഇങ്ങനെ സഹാബിമാര് അത്ഭുതപ്പെടുകയാ. 3 ദിവസമുണ്ടല്ലോ സ്വർഗത്തിന്റെ അവകാശികളെന്ന് പറയാനുള്ള കാരണമുണ്ടല്ലോ. എന്താണ്? അല്ലാ. അവസാനം ആ പ്രായമുള്ള പിതാവ് പറയുകയാ, എന്റെ മനസ്സില് ഒരാളോടും എനിക്ക് വൈരാഗ്യമില്ല, എന്റെ മനസ്സില് ഒരാളോടും എനിക്ക് വെറുപ്പില്ല, എന്റെ മനസ്സില് ഒരാളോടും എനിക്ക് ദേഷ്യമില്ല, എന്റെ മനസ്സില് ഒരാളോടും എനിക്ക് അസൂയയില്ല. മഹാനാകുന്ന സഹാബിമാര് പറയുകയാ, വാപ്പാ, മനസ്സിന് കളങ്കമില്ലാത്തവരെ, മനസ്സിന് ദേഷ്യമില്ലാത്തവരെ, മനസ്സിൽ അസൂയയില്ലാത്തവരെ, മനസ്സിന് പകയില്ലാത്തവരെ, അവരതാ മനസ്സ് നന്നാക്കിയവരാ. അവർക്ക് വേണ്ടി അല്ലാഹുവിന്റെ മലക്കുകള് ദുആ ചെയ്യുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു
അലൈഹി വസല്ലം അല്ലാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യുന്ന രണ്ടാമത്തെ വിഭാഗം മനസ്സ് നന്നാക്കണവരാരാ, ഹൃദയം നന്നാക്കണവരാരാ. ഒരാളോടും വെറുപ്പില്ല. പള്ളിയിൽ വന്നിട്ട് വായിലുള്ള സ്വർണ്ണപ്പല്ലും വെപ്പോലും ഒക്കെ കാണിച്ചിട്ട് ഭയങ്കര ചിരി. എന്നിട്ട് കവല ഇറങ്ങിയിട്ട് പള്ളിയിലെ ഖത്തീബിന്റെ ഇറച്ചി നിന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. ദുൽ വജ്ഹൈൻ, രണ്ട് മുഖമാണെങ്കിൽ അവര് നരകത്തിലേക്കാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുഖത്ത് തീർക്കണം. അതല്ലേ, അതാണ് ഈമാൻ ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞേ. നമുക്ക് ഒരാളോട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇനി പള്ളിയിലെ ഖത്തീബിനെ വിട്ടേര്, ഉസ്താദന്മാരൊക്കെ വിട്ടേര്. നിങ്ങൾക്ക് പള്ളിയിലെ കമ്മിറ്റിക്കാരോട് എന്തെങ്കിലും ഉണ്ട്, ഇനി അതും പോട്ടെ. നിങ്ങൾക്ക് നിങ്ങളുടെ അയൽവാസിയോട് എന്തെങ്കിലും ഉണ്ട്, അത് അയൽവാസിയുടെ മുഖത്ത് നോക്കി ഒരാൾ ഈമാൻ വേണം, അല്ലെ നിൽക്കരുത്. അല്ലെങ്കിൽ അതിന് ചില ആളുകളുണ്ട്, ഈ ഫേസ്ബുക്കിൽ അടി വന്ന് കമന്റ് ഇടുന്ന ചില ആളുകളുണ്ട്. ഓരോ നമ്മൾ തപ്പിപ്പിടിച്ച് അക്കൗണ്ടൊക്കെ കണ്ടുപിടിച്ച് ഓരോ നമ്പറൊക്കെ പിടിച്ച് നമ്മൾ ഓരോ വിളിക്കുമ്പോ ഒരു ഫോൺ എടുക്കൂല. അല്ലാഹു ഈമാൻ നൽകട്ടെ. അങ്ങനെ നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുഖത്ത് നോക്കി നമ്മൾ തീരുമാനമാക്കാം.